മനുഷ്യനും നായകളും തമ്മിലുള്ള ബന്ധം എന്നാണ് തുടങ്ങിയത്? ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ നായകൾ മനുഷ്യന്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ സൗഹൃദത്തിന്റെ രഹസ്യവും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് കാരണമത്രേ. നായകൾ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഉടമകളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിന്റെ കുതിച്ചുകയറ്റമുണ്ടായി. മാറ്റം നായകൾക്കുമുണ്ടായി. കുഞ്ഞുങ്ങൾ കണ്ണിലേക്ക് നോക്കുമ്പോഴും അമ്മമാരുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഹോർമോൺ നില ഉയരുമത്രേ. ഇവിടെ പറയുന്നത് ഒരു അസാധാരണമായ ബന്ധത്തിന്റെ കഥയാണ്. തിരുവല്ല മേപ്രാൾ പാലത്തട്ടയിൽ PM മാത്യുവും 4 വയസ്സുകാരനായ വളർത്തുനായ ടൈഗറും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ. ടൈഗർ എന്ന പേരിലായിരുന്നു തങ്കച്ചായൻ ഈ നായയെ വിളിച്ചിരുന്നത്. ടൈഗർ എന്ന് പറഞ്ഞാൽ ആ പേരിന് തന്നെ അന്വർത്ഥമാക്കുന്ന മഹത്തായ ഒരു സ്നേഹത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആ നായ. 69കാരനായ മാത്യു രോഗബാധിതനായി വിട പറഞ്ഞപ്പോൾ ടൈഗറിന്റെ പ്രതികരണം കരളലിയിപ്പിക്കുന്നതായിരുന്നു. മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നതിനിടെ ടൈഗർ ഓടിവരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ടൈഗറിനെ പിറകുവശത്തെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മുറിയിൽ നിന്ന് എങ്ങനെയോ പുറത്തു ചാടിയ ടൈഗർ മാത്യുവിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മാത്യുവിനെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ ടൈഗറിനാവില്ല. മാത്യു പോയതു മുതൽ ടൈഗർ മൗനത്തിലാണ്. അയൽപ്പക്കത്തെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ തെരുവ് നായയുടെ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെപ്പോലെ മാത്യു വളർത്തി. ഭക്ഷണം വാരി നൽകി. മാത്യുവിനോടൊപ്പം ഒരേ കട്ടിലിലാണ് ടൈഗറും ഉറങ്ങിയിരുന്നത്. രോഗം മൂർച്ഛിച്ചത് മൂലമാണ് ടൈഗറിനെ അകറ്റി നിർത്തിയത്. ഇടയ്ക്കൊക്കെ വാതിലിനടുത്ത് നിന്ന് മാത്യുവിനെ ടൈഗർ ഉറ്റുനോക്കുമായിരുന്നു. മാത്യുവിന്റെ മരണശേഷം അതേ കട്ടിലിൽ തന്നെയാണ് ടൈഗറും ഉറങ്ങുന്നത്. ഈ മുറി വിട്ട് ടൈഗർ ഇപ്പോൾ എങ്ങും പോകാറുമില്ല. മാത്യു കിടന്ന തലയണ ചില സമയങ്ങളിൽ ടൈഗർ മണത്തു നോക്കും. ചില സമയങ്ങളിൽ ടൈഗർ കരയുന്നതും കാണാറുണ്ടെന്ന് മാത്യുവിന്റെ ഭാര്യ പറയുന്നു. ഒക്ടോബർ 31 മരിച്ചത്. അടക്കമായിരുന്നു നവംബർ 2 എന്നിട്ട് ഇവനീ മണം പിടിച്ച് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവനെ നല്ല രീതിയിൽ റൂമിലിട്ട് പൂട്ടിയിരിക്കുന്ന തുടല് അവനതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് മതിലും ചാടി ആംബുലൻസിൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരെയും കടിക്കാതെ എടുക്കാതെ ആംബുലൻസിൽ വന്ന് കയറി. അന്നേരം ആരോ പിടിച്ച് അതിനെ അങ്ങ് മാറ്റി. അന്ന് മുതൽ അവനങ്ങ് മൗനിച്ച് നടക്കുക. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്യുവിന്റെ മക്കൾ രണ്ടുപേരും അടങ്ങിയതോടെ മാത്യുവിന്റെ ഭാര്യ എൽസിയോട് ടൈഗർ കൂടുതൽ അടുത്തു. ഇപ്പോൾ വിരളമായിട്ടാണ് ടൈഗർ പുറത്തേക്ക് പോകുന്നത്. മരണദിവസം ബന്ധുക്കളിൽ ഒരാൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എനിക്കറിയാവുന്ന ആ പട്ടി ആ പുള്ളിയും കൂടെ വലിയ കൂട്ടായിരുന്നു. കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഇല്ലാതെ ആ പട്ടി ഇടം വല്ല മാറത്തില്ല. പുള്ളി കഴിക്കുന്നതിന് തുല്യമായിട്ട് അതിനും കൊടുത്തിട്ട് പുള്ളി അങ്ങോട്ടും പോകുന്നില്ല. അത് വീട്ടിൽ തന്നെ ഇരിപ്പാ. അതങ്ങോട്ടും പോകുന്നില്ല. അതിനകത്ത് ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട്. അതിന് എല്ലാവർക്കും അറിയാം. സൈക്കിളെ 4 മണിയാകുമ്പോഴത്തേക്ക് ബേക്കറി പോയി 4 മണിയാകുമ്പോഴത്തേക്ക് കട്ട്ലറ്റും പരിപ്പൂടെയും വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. എങ്ങോട്ട് പോയാലും അത് ഓടി ചെല്ലുകയും വിളിച്ചാറിന് വരികയും എല്ലാം നല്ലൊരു ഇതായിരുന്നു. അച്ഛൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് പപ്സും കട്ട്ലേറ്റും ഒക്കെ വാങ്ങിച്ച പട്ടിക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു, സ്ഥിരം പതിവായിട്ട്. മലയാളി ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് യജമാനും നായും തമ്മിലുള്ള ബന്ധത്തിന് ഇവിടെ കാണാൻ കഴിയും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കാണാറുള്ള നായസ്നേഹം ഒരുപക്ഷെ മലയാളിക്ക് അന്യമാകാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മകളോടുള്ള അല്ലെങ്കിൽ മകനോടുള്ള സ്നേഹമാണ് അച്ചായൻ ഈ നായയോട് കാണിച്ചിരുന്നത്. നായ തിരിച്ചതിലേറെയും.